ഞാൻ വീണപ്പം ഫോൺ വിളിച്ചെറിഞ്ഞിട്ട് ഓടി വന്ന ചേച്ചിക്ക് താങ്ക്സ് പറഞ്ഞു. ഹലോ ഗൈസ്, ഇന്നത്തെ എൻ്റെ ഡേ ഇൻ മൈ ലൈഫിൽ ഒത്തിരി കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് കേട്ടോ. ഞാനാണെങ്കിൽ വണ്ടിയിൽ നിന്ന് വീണ് വരെ പോകുന്നുണ്ട്. ഇന്ന് എനിക്ക് ഒരു ലേസി ഡേ ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ. കഴിഞ്ഞ ദിവസം കിടക്കാൻ 1 മണി ആയതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ എഴുന്നേക്കാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി. ഇപ്പം 10:30-ക്കാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. ഞാൻ നമ്മുടെ മൻസൂർ ഫിസിയോതെറാപ്പി ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്ററിലെ ഹോം കെയർ ഫിസിയോ ആയിട്ടാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത്. ഇന്ന് നമുക്ക് പതിവ് പോലെ ഒരുപാട് പേഷ്യൻസിനെ ചെയ്യാനുണ്ട്. വൈകി ഇറങ്ങിയതുകൊണ്ട് തന്നെ എത്ര ഹോം കെയർ ചെയ്യാൻ പറ്റും നോക്കിയാലോ. നല്ല നട്ടപ്പൊരി വെയിലായതുകൊണ്ട് ഞാൻ മാക്സിമം കവർ ചെയ്തിട്ടാണ് ഇറങ്ങുന്നത്. നമ്മുടെ ആദ്യത്തെ പേഷ്യന്റ് വന്നിട്ട് അലാമിപ്പള്ളി ബസ് സ്റ്റാൻഡിലാണ്. അമ്മയ്ക്ക് മുമ്പ് സ്ട്രോക്ക് വന്നിട്ടുണ്ട്. ഇപ്പൊ ഫിമോറൽ ഹെഡ് ഫ്രാക്ചർ ആയിട്ടാണ് കിടക്കുന്നത്. അത് കഴിഞ്ഞ് ഞാൻ പോയത് രാമണീശ്വരം സ്കൂളിന്റെ അടുത്തൊരു സ്പൈനൽ കോഡ് ഇഞ്ചുറി കേസ് നോക്കാൻ വേണ്ടിയിട്ടാണ്. പോകുന്ന വഴിയിലുള്ള ഒരു അടിപൊളി സ്ഥലമാണ് കേട്ടോ. നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിട്ട് ഇവിടെ. അപ്പൊ അവിടുത്തെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയേ. അത് കഴിഞ്ഞ് നമ്മൾ അടുത്തത് പോയത് ആലക്കോടേക്കായിരുന്നേ. പോകുന്ന വഴിയിൽ നമ്മൾ നവരാത്രി വേഷത്തിനൊക്കെ കാണുന്നുണ്ട് കേട്ടോ. കണ്ടോ? അങ്ങനെ ഞാൻ അവർക്ക് പൈസ ഒക്കെ കൊടുത്തിട്ട് അവരോട് ടാറ്റ ബൈ പറഞ്ഞിട്ട് നമ്മുടെ പേഷ്യന്റ് അടുത്തേക്ക് പോയി. അടുത്തത് നമ്മുടെ ശ്രീണമ്മയുടെ അടുത്തേക്കാണ് എത്തിയത്. ശ്രീണമ്മക്ക് ക്വാഡ്രിപ്ലീജിയാണ്. അപ്പൊ അവിടുന്ന് ശ്രീനമ്മേനോട് ബൈ ബൈ പറഞ്ഞിട്ട് നമുക്ക് അടുത്ത പോകാനുള്ളത് പെരിയ തന്നെയാണ്. നമ്മുടെ അടുത്ത പേഷ്യന്റ് വന്നിട്ട് പെരിയ സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ അടുത്തായിരുന്നു. അതൊരു ഫ്രാക്ചർ കേസ് ആയിരുന്നു. അത് കഴിഞ്ഞുള്ള നമ്മുടെ 5ാമത്തെ പേഷ്യന്റും പെരിയയിൽ തന്നെയായിരുന്നു. ഇതൊരു ടോട്ടൽ ഹിപ്പ് റീപ്ലേസ്മെന്റ് കേസ് ആയിരുന്നു. ഈ പേഷ്യന്റ് വളരെ ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ഒരു സർവൈവർ ഗേളാണ്. അപ്പൊ അവിടുത്തെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുന്ന വഴിയിൽ കല്യോട്ടേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് കണ്ട ഒരു അടിപൊളി മനോഹരമായിട്ടുള്ള ഒരു പ്രദേശമാണ്. നല്ല ഭംഗിയാണ് ഇവിടെ. മഴ ചെറുതായിട്ട് പാറുന്നുണ്ട്. അത് കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ടേക്ക് പോയപ്പോഴത്തേനും നമ്മൾ കാഞ്ഞിലെടുക്കുന്ന പറഞ്ഞ സ്ഥലത്തേക്ക് എത്തി. ഇവിടെ റബ്ബറും കാടാണ്. ഇവിടെ നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ട്. കിടിലം ഒരു റെസ്റ്റോറൻറ്റും അതിന് താഴെ ഒരു മലയൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. പോകുന്ന വഴിയിൽ നല്ല മഴ പെയ്തേ. അവസാനം റെയിൻകോട്ട് ഇടേണ്ടി വന്നേ. വണ്ടി സൈഡാക്കിയിട്ട് റെയിൻകോട്ട് ഇട്ട് അങ്ങനെ ഫൈനലി നമ്മൾ അട്ടേങ്ങാനും എത്തിയിട്ടുണ്ട്. ഇത് ബേളൂർ ശ്രീ ശിവക്ഷേത്രമാണ്. എൻ്റെ കുട്ടിക്കാലത്തെ മെമ്മറീസ് ഈ അമ്പലമായിട്ടൊക്കെ ഭയങ്കര കണക്റ്റഡ് ആണ്. കാരണം എൻ്റെ അമ്മയുടെ വീട് ഇവിടെ തൊട്ടടുത്ത് പോർക്കളാണ്. ഇതിന് മുമ്പിലുള്ള GHSS അട്ടേങ്ങാനം എൻ്റെ അമ്മ പഠിച്ച സ്കൂൾ. അടുത്ത പേഷ്യൻ്റെ അടുത്ത് എത്തുന്നതിന് മുമ്പായിട്ട് ഞാൻ വണ്ടിയിൽ നിന്ന് വീണ് ഗൈസ്. താറിടാത്ത റോഡിലേക്ക് പോകുമായിരുന്നു. അപ്പം മഴ പെയ്തുകൊണ്ട് ചളിയായിട്ട് തെന്നി പോയിട്ട് വീണതാണ്. വീണ സമയത്ത് തൊട്ടടുത്ത വീട്ടിലെ ചേച്ചി ഓടി വന്നിട്ട് എല്ലാരും കൂട്ടി എന്നെ പെട്ടെന്ന് പൊക്കി എണീപ്പിച്ച്. എനിക്കൊന്നും സംഭവിച്ചിട്ടുണ്ടായിട്ടില്ല. അന്നേരം കാട്ടിൽ നിന്നൊരു ഫോൺ അടിക്കുന്നുണ്ടായി. അപ്പൊ എല്ലാരും വിചാരിച്ചു എന്റെ ഫോണാന്ന് എനിക്ക് എടുത്തത്. പക്ഷെ ആ ചേച്ചി ഫോൺ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പുള്ളിക്കാരി അവരെ ഫോൺ വലിച്ചെറിഞ്ഞിട്ടാണ് ഓടി വന്നത്. അങ്ങനെ നമ്മൾ 6ാമത്തെ പേഷ്യൻ്റായ കുഞ്ഞിപ്പെണ്ണമ്മേൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇതും ഒരു സ്ട്രോക്ക് കേസ് തന്നെയാണ്. ഇതെൻ്റെ അമ്മേൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മയാണ്. അവിടുന്ന് ബൈ പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേനും അവിടുത്തെ ചേച്ചി എൻ്റെ റെയിൻകോട്ടൊക്കെ മടക്കി വെച്ച് തന്നേ. അപ്പം നേരത്തെ വീണപ്പോൾ ഫോൺ വരെ വലിച്ചെറിഞ്ഞിട്ട് ഓടി വന്ന ചേച്ചിക്ക് ഒന്നും കൂടി താങ്ക്സ് പറഞ്ഞേ. അതിനിടയിൽ ഓടിപ്പോയി ഞാൻ എൻ്റെ അമ്മൂമ്മേനെയും കൂടി കണ്ടേ. അങ്ങനെ നമ്മൾ നെക്സ്റ്റ് പേഷ്യൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ അച്ഛനും സ്ട്രോക്ക് തന്നെയായിരുന്നു. ഇത് ഇടമുണ്ടായിരുന്നു. അങ്ങനെ രാത്രിയായി. അങ്ങനെ ഞാൻ ഓടി ആലാമിപ്പള്ളി ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മുടെ ശാന്തച്ചമ്മ. അച്ഛമ്മയുടെ മാറ്റം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പച്ചമ്മയുടെ സെഷൻ കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലേക്ക് പോയി. അപ്പത്തേനും 10 മണിയായിട്ടുണ്ട്. ഇനി വീട്ടിൽ 2 പേഷ്യന്റ് വരാനുണ്ട്. വീട്ടിൽ വന്ന് ചെയ്യുന്ന പേഷ്യന്റിൽ ഒരാൾ തിരിച്ചു പോവാണ് എന്നെ കാണാത്തതുകൊണ്ട്. മറ്റേ ആള് വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ അവർക്ക് ഞാൻ ട്രീറ്റ്മെന്റ് കൊടുത്തു. എന്റെ ഇന്നത്തെ 9 ഹോം കെയറിൽ 1 ഹോം കെയർ കംപ്ലീറ്റ് ആക്കാൻ പറ്റിയിട്ടില്ല. അത് നാളത്തേക്ക് പോസ്റ്റ്പോൺ ചെയ്തു. അതൊരു ന്യൂ അസസ്മെന്റ് ആയിരുന്നു. വീട്ടിലെ സെഷൻ കൂടി കഴിഞ്ഞപ്പോഴത്തേനും 12